ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും കരം പിടിച്ച് വഴി നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജീവൻ്റെ വചനങ്ങൾ വേണ്ട പ്രകാരം ഗ്രഹിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ജനത്തെ രാത്രി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതയുള്ളവൻ അടിയനെയും അടുത്ത് തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്നത് മാത്രം സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അടിയനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്നുനാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ദ ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 14 വേഴ്സ് 2. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ നാം സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിമാന്മാരായ അനേകരെ കാണുവാൻ തക്കവണ്ണം കഴിയും. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തായിരിക്കുന്നവരും വലിയ സമ്പത്തുള്ളവരും അധികാരങ്ങൾ കയ്യേറുന്നവരെയൊക്കെയും ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും കണക്കാക്കുന്നത്. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ആരാണ് ബുദ്ധിമാനായ മനുഷ്യനെന്ന് ദൈവം പറയുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനായ മനുഷ്യൻ. അപ്പോൾ ലോകത്തിൻ്റെ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ദൈവത്തിനുള്ളത്. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനായ മനുഷ്യനെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ബുദ്ധിമാനായ മനുഷ്യൻ ഭൂമിയിലുണ്ടോ എന്ന് നോക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ ദൈവം നോക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. സർവശക്തനായ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രകാരം നോക്കുന്നത്? യഹോവയുടെ ദൃഷ്ടി തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ശക്തി വെളിപ്പെടുത്തേണ്ടതിന് ഭൂമിയിൽ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുക എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം സ്വർഗത്തിൽ നോക്കുന്നത്? ദൈവത്തിൻ്റെ ശക്തിയും ബലവും കാണുവാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിൽ സ്വന്തം ശക്തി വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലിരുന്നു കൊണ്ട് ഭൂമിയിലേക്ക് ദൈവം നോക്കുന്നു. അപ്പോൾ ഞാനും നിങ്ങളൊക്കെയും ദൈവസന്നദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, ഞാനും നിങ്ങളും ബുദ്ധിമാനായ മനുഷ്യനെന്നുള്ള ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകാം. അപ്പോൾ അങ്ങനെ നാനും നിങ്ങളും ബുദ്ധിമാന്മാരാകുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്തത് എന്ന് നാം ചിന്തിക്കണം. നാം കടന്നു വരുന്നത് കൊണ്ട് ബുദ്ധിമാന്മാരുടെ ഗണത്തിൽ പെടുകയില്ല. കടന്നു വരുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റേതായ അവസ്ഥയാണ് സ്വർഗത്തിൽ ദൈവം നോക്കുന്നത്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്? 63-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ അവിടെ ഒരു ഭക്തനായ മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവമേ
ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു. നീ എൻ്റെ ദൈവമാകുന്നു. അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ബലവും ശക്തിയും കാണുവാൻ തക്കവണ്ണം ദൈവത്തെ നോക്കിയിരിക്കുന്ന ഭക്തനായ മനുഷ്യനുണ്ടോ എന്നാണ് സ്വർഗത്തിലെ ദൈവം നോക്കുന്നത്. അപ്പോൾ കടന്നു വരുന്നവരെല്ലാവരും ദൈവശക്തി എന്നിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ച് കടന്നു വരുന്നവരല്ല. പല മനോഭാവത്തോടു കൂടിയാണ് ദൈവസന്നദ്ധയിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. ചിലർ വിശ്വാസത്തോടു കൂടി കടന്നു വരുന്നവരുണ്ട്. ചിലർ ദിവസവും അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകുന്ന ഒരു പതിവുണ്ട്, ആ പതിവ് ശീലം കാരണം ദേവാലയത്തിൽ കടന്നു വരുന്നവരുണ്ട്. ദൈവവചനം കേൾക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് കടന്നു വരുന്നവരുണ്ട്. ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന സമ്പത്തുകളും അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മനോഭാവത്തോടു കൂടിയാണ് അനേകർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ദൈവം ഈ കടന്നു വരുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ മനോഭാവമാണ് നോക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദൈവം എനിക്ക് സഹായകനായി തീരണം, എൻ്റെ ജീവിതത്തിൻ്റെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ബലവും മഹത്വവും എനിക്ക് കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് അവൻ്റെ സഹായത്തിനു വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യനാണോ ഞാനും നിങ്ങളും? ഇവിടെയാണ് അനുഗ്രഹങ്ങൾ നമുക്ക് പലപ്പോഴും ലഭിക്കാതെ പോകുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവം പലപ്പോഴും വ്യത്യസ്തങ്ങളാണ്. ഹൃദയത്തിൽ ദൈവത്തിന് പരമപ്രധാനമായ സ്ഥാനം കൊടുക്കുവാൻ തക്കവണ്ണം പലപ്പോഴും കഴിയുന്നില്ല. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ദൈവത്തെ അന്വേഷിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ അന്വേഷിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഈ രാത്രി രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ അന്വേഷിച്ച രണ്ട് ഭക്തരായ മനുഷ്യർ. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെതായ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അവൻ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കുവാനും അവനെ യാഗമർപ്പിക്കുവാനും തന്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോവുക പതിവായിരുന്നു. ഏലിയുടെ രണ്ട് പുത്രന്മാരും യഹോവയുടെ പുരോഹിതന്മാരുമായിരുന്ന അവിടെ ഉണ്ടായിരുന്നു. എൽക്കാന യാഗം അർപ്പിക്കുമ്പോഴൊക്കെയും തന്റെ ഭാര്യ പെനീനയ്ക്കും അവരുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. അവൻ ഹന്നായെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൾക്ക് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭാശയം അടച്ചിരുന്നു. ഇവിടെ ഒരു കുടുംബത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എൽക്കാന ഹന്ന ദമ്പതികളെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തികളാണ് ഇവർ. ഹന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ എന്ന് പറയുമ്പോൾ അവൾക്കൊരു കുഞ്ഞില്ല. എല്ലാ വർഷവും പതിവ് പോലെ അവൾ ദേവാലയത്തിൽ കടന്നുപോയി യാഗമർപ്പിക്കുക പതിവായിരുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അവൾക്കൊരു കുഞ്ഞ് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം അതുവരെയും പ്രസാദിച്ചില്ല. എന്നാൽ പെനീനയുടെ കുത്തുവാക്കുകൾ അവളുടെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിക്കുകയാണ്. യഹോവയുടെ ഗർഭാശയം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ പ്രകോപിപ്പിച്ചിരുന്നു. എല്ലാ വർഷവും ദേവാലയത്തിൽ കടന്നുപോയ ഒരു കുഞ്ഞിന് വേണ്ടി അവൾ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. പക്ഷെ ദൈവം അവളുടെ ഗർഭാശയം അടച്ചിരുന്നത് കൊണ്ട് അവൾക്ക് കുഞ്ഞിനെ ലഭിച്ചില്ല. തന്നിമിത്തം
പെനീന വളരെയധികം കുത്തുവാക്കുകളാൽ അവളെ പ്രകോപിപ്പിക്കുകയാണ്. ഈ ഹൃദയത്തിൻ്റെ വേദന എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസകരമായ കാര്യമാണ്. മറ്റുള്ളവരല്ല, സ്വന്തം ഭവനത്തിലുള്ളവർ തന്നെ കളിയാക്കുകയും വ്യസനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഭാരം ഇരട്ടിയാവുകയാണ്. വർഷങ്ങളായിട്ട് അവൾ ദേവാലയത്തിൽ പോയി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ സ്വന്തം ഭവനത്തിലെ തന്നെ പെനീനായുടെ വ്യസനിപ്പിക്കുന്ന വാക്കുകൾ അവളുടെ ഹൃദയത്തെ വളരെയേറെ വേദനിപ്പിച്ചു. അപ്പോൾ അവൾ എന്തു ചെയ്തു? അതിൻ്റെ അടുത്ത് 7-ാം വാക്യത്തിൽ കാണുന്നു, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും അവൾ അങ്ങനെ ചെയ്തു പോന്നു. ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു എന്ന് പറയുമ്പോൾ പെനീന എല്ലാ വർഷവും അവൾ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നു പോകുമ്പോൾ ഈ പ്രകാരമുള്ള വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഹന്നായെ വേദനിപ്പിക്കുമായിരുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഈ പ്രകാരമുള്ള ആളുകളുണ്ട്. പ്രാർത്ഥിക്കുവാൻ പോകുന്ന വ്യക്തികളെ കളിയാക്കുകയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ വൈകുമ്പോൾ കുത്തുവാക്കുകളാൽ അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന അനേക ആളുകൾ ഇന്നുമുണ്ട്. പക്ഷെ ഹന്ന എന്താണ് അവൾ ചെയ്തത്? അവൾ അവളെ പ്രകോപിപ്പിച്ചത് കൊണ്ട് കരഞ്ഞ് പട്ടിണി കിടന്നു. പെനീനായുടെ കുത്തുവാക്ക് നിമിത്തം അവളുടെ ഹൃദയത്തിന് വളരെയേറെ ഭാരമുണ്ടാവുകയാണ്. അവൾ വളരെ കരഞ്ഞ് പട്ടിണി കിടന്നു. ലോകപ്രകാരം ഹന്ന പെനീനായോട് അവിടെ പ്രതികരിക്കുന്നില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നോക്കുന്നെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ ഹന്ന ലോകപ്രകാരം പ്രതികരിക്കാതെ അവൾ വീണ്ടും ദേവാലയത്തിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി? അവളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും ഇറക്കി വെച്ച് തൻ്റെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ബലവും ശക്തിയും കാണുവാൻ തക്കവണ്ണം ബുദ്ധിമാനായ മനുഷ്യനെ പോലെ ഹന്ന ദേവാലയത്തിലേക്ക് അവിടെ കടന്നു പോകും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ 10-ാം വാക്യത്തിൽ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. വളരെ കരഞ്ഞു. ഇവിടെ അവളുടെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവൾ മനോവ്യസനത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. അതിനു മുമ്പ് അവൾ ദേവാലയത്തിൽ കടന്നുപോയി പ്രാർത്ഥിച്ചതുപോലെയല്ല. ഇന്ന് വളരെയേറെ അവൾ ഹൃദയം നൊന്ത് ദൈവസന്നദ്ധയിൽ കരയുകയാണ്. അവളുടെ സങ്കടം മുഴുവനും അവൾ ദൈവത്തിൻ്റെ അടുക്കൽ ഇറക്കി വെക്കുകയാണ്. അവൾക്കൊരു വിശ്വാസമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് യഹോവ നോക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം ഹന്നായ്ക്കുണ്ട്. ദൈവത്തിൻ്റെ ശക്തി എൻ്റെ വിഷയത്തിന്മേൽ വെളിപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടും വിശ്വാസത്തോടും കൂടിയാണ് ഹന്ന ദേവാലയത്തിലേക്ക് കടന്നുപോയി പ്രാർത്ഥിച്ചത്. അവൾ പെനീനായുടെ ഒരു കുത്തുവാക്കുകളും പറയുന്നില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ പകരത്തിന് പകരം സംസാരിക്കുവാൻ തക്കവണ്ണം ഹന്ന തുനിയുന്നില്ല. ഇന്നത്തെ സമൂഹത്തിലെ സഹോദരിമാർ ഹന്നായുടെ ജീവിതത്തെ മാതൃകയാക്കുവാൻ തക്കവണ്ണം കഴിയണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പ്രകാരമുള്ള കുത്തുവാക്കുകൾ നമ്മളുടെ കൂട്ടു സഹോദരങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കുക. നാം ദൈവത്തെയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും ഇറക്കി വയ്ക്കുവാൻ കഴിയണം. നമ്മെ അന്വേഷിക്കുന്നവരും ദൈവമുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അപ്പോൾ ഹന്നായ്ക്ക് അതൊരു വിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യനുണ്ടോ എന്ന് സ്വർഗത്തിൽ നോക്കുന്ന യഹോവയുണ്ട്. തൻ്റെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന് ഹന്നായ്ക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഇവിടെ ഹന്ന വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുത്രനെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് നൽകും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞ്
അവൾ ഒരു നേർച്ച നേർന്ന് സർവശക്തനായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അതിൻ്റെ 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അധരങ്ങൾ ശ്രദ്ധിച്ചു. ആ പുരോഹിതനായ ഏലി അവളുടെ അധരങ്ങൾ ശ്രദ്ധിച്ചു. ഹന്ന ഹൃദയത്തിൽ സംസാരിച്ചതിനാൽ അവളുടെ അധരങ്ങൾ ചലിക്കുന്നതല്ലാതെ ശബ്ദം കേൾക്കുവാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഹൃദയത്തിൻ്റെ സങ്കടം നിമിത്തം അവളുടെ വാക്കുകളുടെ ശബ്ദം പുറത്തേക്ക് കടന്നു വന്നില്ല. അപ്പോൾ പുരോഹിതനായി ഏലി ഹന്നായെ ശ്രദ്ധിക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, പക്ഷെ ശബ്ദം പുറത്തു വരുന്നില്ലാത്തതുകൊണ്ട് അവൾ ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലി തെറ്റിദ്ധരിക്കുകയാണ്. അതിനെന്താണ് ഏലി അവളോട് പറയുന്നത്? ഏലി അവളോട് നീ എത്ര കാലം ഇങ്ങനെ ലഹരിയിൽ കഴിയും? നീ വീഞ്ഞ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാകുന്നു. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തു. ഇവിടെ പുരോഹിതനായ ഏലിയും തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അവിടെയും ഹന്നായുടെ പ്രതികരണം നിങ്ങൾ മനസ്സിലാക്കണം. പുരോഹിതനെ വിളിക്കുന്നത് അങ്ങനെയല്ല, യജമാനനെ എന്ന ഭയഭക്തിയോടുകൂടിയാണ് പുരോഹിതനെ ഹന്ന വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രകാരം ദേവാലയത്തിൽ കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ഒരുപക്ഷെ പരിഹസിക്കുന്ന പുരോഹിതന്മാരും മറ്റുള്ളവരുണ്ടുമ്പോൾ നിങ്ങളും എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഇവിടെ ഹന്നായുടെ പ്രതികരണം നിങ്ങളും ജീവിതത്തിൽ പാഠമാക്കണം. അവൾ പുരോഹിതനോട് പറയുന്നു, യജമാനനെ എന്നാണ് പുരോഹിതനെ വിളിക്കുന്നത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്. അടിയന്റെ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു അടിയൻ സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ ശബ്ദം പുറത്തു വരാതിരിക്കുന്നത് ഞാൻ ലഹരി ഉള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ വീഞ്ഞു കുടിച്ചത് കൊണ്ടല്ല, പിന്നെ എൻ്റെ ഹൃദയത്തിൻ്റെതായ വേദനകൾ കൊണ്ടാണ്, അതിൻ്റെ ആധിക്യം കൊണ്ടാണ് എൻ്റെ ശബ്ദം പുറത്തു വരാത്തത് എന്ന് ഹന്ന പറയുകയാണ്. മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഹന്നായെ ഓർത്തു എന്ന് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അവളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കുകയാണ്. കേൾക്കുക മാത്രമല്ല, വേഗത്തിൽ അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബലവും മഹത്വവും കാണുവാൻ തക്കവണ്ണം വിശുദ്ധ മന്ദിരത്തിലിരുന്ന സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച ഹന്നായുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. ഹന്നായെ ദൈവം ഓർത്തു എന്ന് മുന്നോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളും ദേവാലയത്തിൽ കടന്നു വന്ന് അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനകളിലും മറ്റു ശുശ്രൂഷകളിലൊക്കെയും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ എങ്ങനെയാണ് നിങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നത് എന്ന് ഈ രാത്രി ഒന്ന് പരിശോധിക്കണം. ദൈവത്തിൻ്റെ ബലവും മഹത്വവും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം വിശ്വാസത്തോടുകൂടി ഹന്നായെ പോലെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങളും? മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ വേല ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. നെഹെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ, എന്റെ സഹോദരന്മാരിൽ ഒരുവനായ ഹനാനിയും യഹൂദയിൽ നിന്നുള്ള ചില പുരുഷന്മാരും എന്റെ അടുക്കൽ വന്നു. ഞാൻ അവരുടെ പ്രവാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിനവർ
രക്ഷപ്പെട്ട ശിഷ്ടഭാഗം അവരുടെ സംസ്ഥാനത്തിൽ മഹാകഷ്ടതയിലും അപമാനത്തിലുമായിരിക്കുന്നു. യെരൂശലേമിന്റെ മതിലുകൾ തകർന്നും അതിന്റെ കവാടങ്ങൾ അഗ്നിക്കിരയുമായിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അഗ്നിക്കിരയുമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ രാജകൊട്ടാരത്തിൽ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവ് സകലവിധ സൗകര്യങ്ങളോടും കൂടി ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ജീവിച്ചിരുന്നവൻ. അവൻ യെരൂശലേമിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അവിടെ നിന്ന് കടന്നു വന്ന സഹോദരന്മാരിൽ നിന്ന് വാർത്തകൾ കേൾക്കുകയാണ്. യെരൂശലേം പട്ടണത്തിൻ്റെ കവാടങ്ങൾ അഗ്നിക്കിരയായിരിക്കുന്നു. ഈ വാർത്ത നെഹമ്യാവ് കേൾക്കുകയാണ്. അവിടെ ആ സംസ്ഥാനത്തുള്ള ആളുകളൊക്കെയും വളരെ കഷ്ടതയിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ പട്ടണത്തിൻ്റെ വാതിൽക്കൽ അത് അഗ്നിക്കിരയായിരിക്കുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ നെഹമ്യാവ് എന്താണ് ചെയ്തത്? ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ നിലത്തിരിഞ്ഞ് കരഞ്ഞു. കുറച്ചുനാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഇവിടെ നെഹമ്യാവ് യെരൂശലേം പട്ടണത്തിൻ്റെ വാതിൽക്കൽ അഗ്നിക്കിരയായി കിടക്കുന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അവൻ കുറച്ചു നാൾ ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിനോട് അവൻ പ്രാർത്ഥിച്ചു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ ഭാരത്തിനു വേണ്ടിയല്ല അവൻ പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ അവൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല നെഹമ്യാവ് ദൈവത്തെ അന്വേഷിച്ചത്. പിന്നെയോ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുകയും ദൈവത്തിൻ്റെ പട്ടണത്തിൻ്റെ വാതിൽക്കൽ അഗ്നിക്കിരയായും കിടക്കുന്ന വാർത്ത കേട്ടപ്പോൾ നെഹമ്യാവ് ഉപവസിച്ച് ദൈവത്തെ അന്വേഷിച്ചു. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നത് എപ്രകാരമാണ്? ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും പല വേലകൾ ദൈവത്തിൻ്റെ ചെയ്യുന്നുണ്ട്. ദേവാലയത്തിൽ കൃത്യമായി കടന്നുപോയി പ്രാർത്ഥിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്. പക്ഷെ ദൈവനാമം ദുഷിക്കപ്പെടുമ്പോൾ, നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ നാമം ഈ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ദുഷിക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഇവിടെ നെഹമ്യാവ് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, യെരൂശലേം പട്ടണത്തിൻ്റെ മതിലുകൾ 52 ദിവസം കൊണ്ട് നെഹമ്യാവ് പണിതതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ ഓരോ ചുവടുകളും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി അവൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ദൈവീക കൃപകൾ പ്രാപിച്ചെടുത്തുകൊണ്ട് ആ വലിയ ദൗത്യം പൂർത്തീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം. ഇങ്ങനെ 52 ദിവസം കൊണ്ട് എലൂൽ മാസം 25-ാം തീയതി മതിൽ പണിത് പൂർത്തിയാക്കി. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. സ്വർഗത്തിൽ നിന്ന് നെഹമ്യാവിനെ സ്വർഗത്തിലെ ദൈവം കാണുകയാണ്. അവനൊരു ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയില്ല ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ബലവും മഹത്വവും കാണുവാൻ തക്കവണ്ണം ദൈവത്തെ അവൻ അന്വേഷിച്ചു. ദൈവം അവൻ ആവശ്യമായ മുഖാന്തരങ്ങൾ തുറന്നു കൊടുത്ത് ദൈവം അവനെ യെരൂശലേമിലേക്ക് അയക്കുകയാണ്. പ്രതിസന്ധികളുണ്ടായിരുന്നു, അവിടെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെയും പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ആ വലിയ ദൗത്യം നെഹമ്യാവ് പൂർത്തീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഈ രാത്രി എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാത്രി ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ, ഒരുപക്ഷെ എനിക്കറിവില്ല ആരൊക്കെയാണ് ദൈവവചനം കേൾക്കുന്നതെന്ന്, പക്ഷേ എന്നെയും നിങ്ങളെയും കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രി നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയായി തീരണമെങ്കിൽ ബുദ്ധിമാന്മാരുടെ പട്ടികയിൽ ഞാനും നിങ്ങളും പെടണം. കേവലം മാനുഷികമായി ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഞാനും നിങ്ങളും ആകേണ്ടത്. പിന്നെയോ ദൈവത്തിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിലിരുന്നു കൊണ്ട് ദൈവത്തെ നോക്കിയിരിക്കുന്ന ആ ഭക്തന്മാരായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ്
സ്വർഗീയമായ അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ ഈ രാത്രി ഒന്ന് പരിശോധിക്കണം, എങ്ങനെയാണ് ഞാനും നിങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നത്? ഹന്ന ദൈവത്തെ അന്വേഷിച്ചതുപോലെയാണോ ഞാനും നിങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നത്? നെഹമ്യാവ് ദൈവത്തെ അന്വേഷിച്ചതുപോലെയാണോ ഞാനും നിങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നത് എന്ന് ഈ രാത്രി ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റേതായ മനോഭാവമാണ് സ്വർഗത്തിലെ ദൈവം നോക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഹന്നായെ പോലും നെഹമ്യാവിനെ പോലെയും ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഈ രാത്രി ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച എല്ലാ കരുണകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യനുണ്ട് എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്നുള്ള തിരുവചനം ഈ രാത്രി ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ, വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ബുദ്ധിമാന്മാരുടെ പട്ടികയിൽ അടിയങ്ങളായി തീരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹന്നായെ പോലെയും നെഹമ്യാവിനെ പോലെയും കർത്താവെ അങ്ങേ അന്വേഷിപ്പാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രാത്രി വചനം കേട്ട് വിശ്വസിച്ചിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവമേ അവിടുന്ന് അനുഗ്രഹങ്ങൾ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലവും ശക്തിയും കാണുവാൻ തക്കവണ്ണം അങ്ങേ അന്വേഷിക്കുന്ന ഭക്തന്മാരുടെ വിഷയങ്ങളിൽ മേൽ ഹല്ലേലൂയ കർത്താവേ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.